Today we are discussing about the focus area of chemistry, first year, chapter 1, some basic principles in chemistry. Some basic principles in chemistry. കെമിസ്ട്രി ഫസ്റ്റ് ഇയറിലെ ഒന്നാമത്തെ ചാപ്റ്റർ സം ബേസിക് പ്രിൻസിപ്പിൾസ് ഇൻ കെമിസ്ട്രി. ഇതിൻ്റെ ഫോക്കസ് ഏരിയയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ഒന്നാമത് പഠിക്കുവാനുള്ള ചോദ്യം ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. Okay. This law was introduced by Joseph Proust. Joseph Proust. Okay. Definition of the law is same compound always contains same elements. Same compound always contains same elements in same fixed proportion by mass. Same fixed proportion by mass. Proportion by mass. Okay, this is the definition of law of definite proportion. Same compound always contains same elements in സെയിം ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. ഒരേ കോമ്പൗണ്ടിൽ എല്ലായ്പ്പോഴും ഒരേ എലമെൻറ്റ്സ് ആയിരിക്കും. ആ ഒരേ എലമെൻറ്റ്സിൻ്റെ മാസിൻ്റെ റേഷ്യോ, മാസിൻ്റെ പ്രൊപ്പോർഷൻ ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് സെയിം എലമെൻറ്റ്സ് ഇൻ സെയിം ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. നമ്മൾ അതിൻ്റെ ഇല്ലസ്ട്രേഷൻ പറയുന്നത് ഇല്ലസ്ട്രേഷൻ ഓഫ് ദി ലോ. ഇല്ലസ്ട്രേഷൻ ഓഫ് ദി ലോ. Water is obtained from different sources. Water is obtained from different sources. Okay. വാട്ടർ നമുക്ക് ഒരുപാട് സോഴ്സുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. ഡിഫറൻറ്റ് സോഴ്സസ്. ഈ എല്ലാ വാട്ടറും എന്ത് തന്നെയാണ്? H2O. ദിസ് വാട്ടർ ഈസ് H2O. വാട്ടർ ഈസ് H2O. മോളിക്കുലാർ ഫോർമുല ഓഫ് വാട്ടർ ഈസ് H2O. ഈ വാട്ടർ എവിടെ നിന്ന് നമ്മൾ എടുത്താലും അതിൽ മാസ് ഓഫ് ഹൈഡ്രജൻ ഈസ് ടു മാസ് ഓഫ് ഓക്സിജൻ. മാസ് ഓഫ് ഹൈഡ്രജൻ ഈസ് ടു മാസ് ഓഫ് ഓക്സിജൻ ഈക്വൽ ടു 2:16 ഈക്വൽ ടു 1:8. ഇറ്റ് ഈസ് എ ഫിക്സഡ് റേഷ്യോ. ഇറ്റ് ഈസ് എ ഫിക്സഡ് റേഷ്യോ. ഓക്കെ, ഫിക്സഡ് പ്രൊപ്പോർഷൻ. ദിസ് ഈസ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ which was introduced by Joseph Proust. The definition of the law is same compound always contains same elements in same fixed proportion by mass. Illustration of the law is water is obtained from different sources. This water is H2O. Mass of hydrogen is to mass of oxygen equal to 2:16 equal to 1:2. ഒരേ കോമ്പൗണ്ടിൽ എപ്പോഴും ഒരേ എലമെൻറ്റുകളായിരിക്കും. ആ ഒരേ എലമെൻറ്റിൻ്റെ മാസിൻ്റെ പ്രൊപ്പോർഷൻ ഫിക്സഡ് ആയിരിക്കും. അതിൻ്റെ ഇല്ലസ്ട്രേഷൻ, വാട്ടർ നമുക്ക് ഒരുപാട് സോഴ്സുകളിൽ നിന്നും ലഭിക്കും. വാട്ടറിൻ്റെ മോളിക്കുലാർ ഫോർമുല H2O ആണ്. ഏത് വാട്ടർ എടുത്തു കഴിഞ്ഞാലും മാസ് ഓഫ് ഹൈഡ്രജൻ ഈസ് ടു മാസ് ഓഫ് ഓക്സിജൻ ഈക്വൽ ടു 2:16 വിച്ച് ഈസ് ഈക്വൽ ടു 1:8. ദിസ് ഈസ് എ ഫിക്സഡ് റേഷ്യോ ഓർ ഫിക്സഡ് പ്രൊപ്പോർഷൻ. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഈ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റ് ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ. ലായുടെ ഡെഫിനിഷൻ: ഇഫ് ടു എലമെൻറ്റ്സ് കമ്പൈൻഡ് ടു ഫോം, ടു എലമെൻറ്റ്സ് കമ്പൈൻഡ് ടു ഫോം മോർ ദാൻ വൺ compounds, more than one compounds, different masses of one of the elements
one of the elements which combines with a fixed mass of other is in a simple ratio. This is the definition of law of multiple proportion. രണ്ട് എലമെൻറ്റുകൾ കൂടിച്ചേർന്ന് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്സ് ഉണ്ടാകുമ്പോൾ ഒരു എലമെൻറ്റിൻ്റെ വ്യത്യസ്ത മാസ് വേറൊരു എലമെൻറ്റിൻ്റെ ഫിക്സഡ് മാസുമായി ചേരുന്നത് സിമ്പിൾ റേഷ്യോയിലായിരിക്കും. രണ്ട് എലമെൻറ്റുകൾ കൂടിച്ചേർന്ന് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്സ് ഉണ്ടാകുമ്പോൾ ഒരു എലമെൻറ്റിൻ്റെ വ്യത്യസ്ത മാസ് വേറൊരു എലമെൻറ്റിൻ്റെ ഫിക്സഡ് മാസുമായി ചേരുന്നത് ഒരു ചെറിയ റേഷ്യോയിലായിരിക്കും. ഇഫ് ടു എലമെൻറ്റ്സ് കമ്പൈൻഡ് ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്സ് ഡിഫറൻറ്റ് masses of one of the elements which combines with a fixed mass of the other is in a simple ratio. ഇതിന് രണ്ട് ഇല്ലസ്ട്രേഷൻ നമുക്ക് പഠിക്കാം. രണ്ട് ഇല്ലസ്ട്രേഷൻ ഇതാ ശ്രദ്ധിക്കൂ. ഒന്നാമത്തെ ഇല്ലസ്ട്രേഷൻ, കാർബൺ ആൻഡ് ഓക്സിജൻ combined to form carbon monoxide and carbon dioxide. Here സെയിം മാസുള്ള എലമെൻറ്റ് രണ്ടിടത്തും കാർബൺ ആണ്. ഒരു കാർബൺ ഇവിടെ 12 ഗ്രാം, ഹിയർ ഓൾസോ 12 ഗ്രാം. ഇവിടെ ഒരു ഓക്സിജൻ 16 ഗ്രാം, ഇവിടെ 2 ഓക്സിജൻ 32 ഗ്രാം. അപ്പോൾ ഡിഫറൻറ്റ് മാസുള്ളത് ഓക്സിജനാണ്. ആ ഡിഫറൻറ്റ് മാസ് 16 ഗ്രാം കമ്പൈൻസ് വിത്ത് 12 ഗ്രാം, ഹിയർ 32 ഗ്രാം കമ്പൈൻസ് വിത്ത് 12 ഗ്രാം. സോ റേഷ്യോ ഓഫ് masses of oxygen in these two compounds equal to 16:32. അപ്പോൾ mass of oxygen in carbon monoxide is 2. Mass of oxygen in carbon dioxide equal to 16:32 equal to 1:2 is a simple ratio. Okay, is a simple ratio. Two elements carbon and oxygen combined to form carbon monoxide and carbon dioxide. Mass of oxygen in carbon monoxide is to mass of oxygen in carbon dioxide equal to 16:32. This is equal to 1:2. It is a simple ratio. Okay. Next, രണ്ടാമത്തെ illustration, hydrogen and oxygen combined to form water and hydrogen peroxide H2O2. Okay, two elements hydrogen and oxygen which combined to form water and hydrogen peroxide. Here mass of oxygen in water is 2. Mass of oxygen in hydrogen peroxide equal to, here 1 oxygen atom 16 gram, here 2 oxygen atom 32 gram. That is equal to 1:2. It is always fixed. It is a fixed ratio. It is always fixed. Okay. Then third question, atomic mass. Define atomic mass. What is atomic mass? Atomic mass is a number. Atomic mass is a number which expresses how many times mass of an atom is greater than 1/12th mass of C12. 1/12th mass of C12. C12ൻ്റെ മാസിൻ്റെ 1/12ൻ്റെ എത്ര മടങ്ങാണോ ഒരാറ്റത്തിൻ്റെ ഭാരം അതിനെ അറ്റോമിക് മാസ് എന്ന് പറയുന്നു.
കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ മാസിൻ്റെ 1/12ൻ്റെ എത്ര മടങ്ങാണോ ഒരാറ്റത്തിൻ്റെ ഭാരം, എത്ര ഇരട്ടിയാണോ ഒരാറ്റത്തിൻ്റെ ഭാരം, അതിനെ അറ്റോമിക് മാസ് എന്ന് പറയുന്നു. അറ്റോമിക് മാസ് ഈസ് എ നമ്പർ വിച്ച് എക്സ്പ്രസസ് ഹൗ മെനി ടൈംസ് മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് ആൻ എലമെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1/12 മാസ് ഓഫ് C12. അറ്റോമിക് മാസ് ഈക്വൽ ടു, ഒരു ചെറിയ ഇക്വേഷൻ, മാസ് ഓഫ് ആൻ atom divided by 1/12 into mass of C12, mass of C12. That is the equation for finding out atomic mass. Mass of an atom divided by 1/12 into mass of C12. That is atomic mass. Then fourth question, gram atomic mass. gram അറ്റോമിക് മാസ്, അല്ലെങ്കിൽ അതിനെ ഗ്രാം ആറ്റം എന്നും പറയും. അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം, അത്രയേ ഉള്ളൂ. അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. ഇറ്റ് ഈസ് കോൾഡ് ഗ്രാം അറ്റോമിക് മാസ്. ഓക്കെ. ദെൻ മോളിക്കുലാർ മാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ്. Molecular mass is a number. Molecular mass is a number which expresses how many times mass of a molecule is greater than 1/12 mass of C12. Molecular mass is a number which expresses how many times mass of a molecule is greater than 1/12 mass of C12. C12ൻ്റെ മാസിൻ്റെ 1/12ൻ്റെ എത്ര മടങ്ങാണോ ഒരു മോളിക്യൂളിൻ്റെ ഭാരം, അതിനെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നു. മോളിക്കുലാർ മാസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ മോളിക്കുലാർ മാസ് ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് മോളിക്യൂളിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുക. C6H12O6. ഓക്കെ. C6H12O6. 6 carbon atoms. 6 into atomic mass of carbon 12 plus 12 hydrogen atom. 12 into 1 plus 6 oxygen atom. 6 into 16. 6 into 16. That is equal to 72 plus 12 plus 96. That is equal to 180 gram per mole. This is the molecular mass of glucose. ഓരോ എലമെൻറ്റിൻ്റെയും അറ്റോമിക് മാസിനെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം സം ചെയ്യുക. അപ്പോൾ നമുക്ക് മോളിക്കുലാർ മാസ് കിട്ടും. ഇതുപോലെ നിങ്ങൾ രണ്ട് മോളിക്യൂളിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുക. ഒരു മോളിക്യൂൾ H2SO4, അവിടെ സൾഫറിൻ്റെ അറ്റോമിക് മാസ് 32 ആയിട്ട് എടുക്കുക. ഹൈഡ്രജൻ്റെത് 1 ആയിട്ട് എടുക്കുക. ഓക്സിജൻ്റെ 16 ആയിട്ട് എടുക്കുക. വേറൊരെണ്ണം മാൾട്ടോസ് മോളിക്യൂൾ C12H22O11, കാർബണിൻ്റെത് 12 അറ്റോമിക് മാസ്, ഹൈഡ്രജൻ്റെത് 1, ഓക്സിജൻ്റെത് 16 ആയിട്ട് എടുക്കുക. ഇത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ. മോളിക്കുലാർ മാസ് ഓഫ് ദീസ് 2 മോളിക്യൂൾസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ മോൾ, അല്ലെങ്കിൽ വാട്ട് ഈസ് മോൾ. മോൾ ഈസ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. മോൾ ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് which contain Avogadro number of particles. Substance contain Avogadro number of particles. മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാണുന്നു. അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഈ പാർട്ടിക്കിൾസ് ആറ്റം ആവാം, അയോൺ ആവാം, മോളിക്യൂൾ ആവാം. ഓക്കെ. മോൾ ഈസ് ദി amount of substance which contain Avogadro number of particles. Okay. ഇനി 1 മോളിന് വേറൊരു പേരുണ്ട്. 1 മോൾ ഈസ് അതർവൈസ് കോൾഡ് അവഗാഡ്രോ നമ്പർ. 1 മോൾ ഈസ്
otherwise called Avogadro number. 1 mole is otherwise called Avogadro number. Avogadro number. 1 mole is otherwise called Avogadro number. Okay. 1 mole equal to 6.022 into 10 raised to 23. 6.022 into 10 raised to 23. That is the value of 1 mole. Okay. Next question. Molar mass and molar volume. Molar mass and molar volume. Molar mass and molar volume. Okay. Mass of 1 mole of substance is called molar mass. Mass of 1 mole of substance is called molar mass. Mass of 1 mole of substance is called molar mass. 1 മോൾ സബ്സ്റ്റൻസിൻ്റെ മാസിനെ വിളിക്കുന്ന പേരാണ് മോളാർ മാസ്. അതുപോലെ വോളിയം ഓഫ് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് ഈസ് കോൾഡ് മോളാർ വോളിയം. വോളിയം ഓഫ് 1 mole of substance is called molar volume. Volume of 1 mole of substance is called molar volume. 1 മോൾ സബ്സ്റ്റൻസിൻ്റെ വോളിയത്തിനെ വിളിക്കുന്ന പേരാണ് മോളാർ വോളിയം. അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ മോളാർ വോളിയം ഈസ് ഈക്വൽ ടു 22.414 ലിറ്റർ. ഓക്കെ. എസ് ടി പിയിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ മോളാർ വോളിയത്തിൻ്റെ വാല്യൂ 22.414 ലിറ്റർ. ദാറ്റ് ഈസ് മോളാർ മാസ് ആൻഡ് മോളാർ വോളിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ചെറിയ ഇക്വേഷനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമ്പർ ഓഫ് മോൾ ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. നമ്പർ ഓഫ് മോൾ ഈക്വൽ ടു mass divided by molecular mass. Next, limiting reactant. ഒരു കെമിക്കൽ റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന റിയാക്റ്റൻറ്റിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. എയും ബിയും കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എ തീർന്നുപോയി, ബാക്കി ബി മാത്രം അവശേഷിച്ചു. അപ്പോൾ ആദ്യം കൺസ്യൂം ചെയ്ത് തീർന്നത് എ ആണ്. എ ഈസ് ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. റിയാക്റ്റൻറ്റ് വിച്ച് ഈസ് completely consumed in a chemical reaction. Reactant which is completely consumed in a chemical reaction. Completely consumed in a chemical reaction. Reactant which is completely consumed in a chemical reaction. That is called limiting reactant. Reactant which is completely consumed in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്ത റിയാക്റ്റൻറ്റിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. റിയാക്റ്റൻറ്റ് വിച്ച് ഇസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റോമിക് മാസ് യൂണിറ്റ്. അറ്റോമിക് മാസ് യൂണിറ്റ്. നമുക്കിതിനെ AMU എന്ന് പറയാം. അറ്റോമിക് മാസ് യൂണിറ്റ് ഈസ് exactly 1/12 mass of C12. അറ്റോമിക് മാസ് യൂണിറ്റ് C12ൻ്റെ മാസിൻ്റെ 1/12 വിളിക്കുന്ന പേരാണ് AMU. 1 AMU ഈക്വൽ ടു 1/12 into mass of C12. ഓക്കെ. 1 AMU ഈക്വൽ ടു 1/12 into mass of C12. അതിനൊരു വിലയുണ്ട്. 1.66056 into 10 raised to minus 24 gram. That is the value of 1 AMU. 1 AMU equal to 1.66056 into 10 raised to minus 24 gram. Okay. That is atomic mass. Then last question, which is based on limiting reactant. 50 kilogram of N2 and 10 kilogram of H2 are mixed.
To produce NH3 ammonia, calculate the amount of ammonia formed. Identify limiting reactant or limiting reagent in the reaction, in the production of ammonia, or in the above reaction, in the production of ammonia. Okay, 50 കിലോഗ്രാം നൈട്രജനും 10 കിലോഗ്രാം ഹൈഡ്രജനും കൂടി ചേർന്ന് അമോണിയ പ്രൊഡ്യൂസ് ചെയ്തു. 50 കിലോഗ്രാം നൈട്രജൻ ആൻഡ് 10 കിലോഗ്രാം ഹൈഡ്രജൻ ആർ മിക്സഡ് ടു പ്രൊഡ്യൂസ് അമോണിയ. അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത അമോണിയയുടെ അളവെത്ര? ഇവിടെ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ആരാണ്? ഓക്കെ, ഈ റിയാക്ഷനിൽ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ആരാണ്? കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് അമോണിയ ഫോംഡ് ആൻഡ് ഓൾസോ ഐഡൻറ്റിഫൈ ദ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ഇൻ ദിസ് റിയാക്ഷൻ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ആദ്യം ക്വസ്റ്റ്യനിൽ ആരെല്ലാം ചേർന്ന് എന്തുണ്ടാകുന്നു എന്ന് നോക്കുക. നൈട്രജൻ കമ്പൈൻസ് വിത്ത് ഹൈഡ്രജൻ ടു ഫോം അമോണിയ. N2 plus 3H2 gives 2NH3. ആദ്യം നമ്മൾ ഇക്വേഷൻ എഴുതുക. എന്നിട്ട് ആദ്യം ക്വസ്റ്റ്യനിൽ ആരുടെ മാസ് തന്നിട്ടുണ്ട് എന്ന് നോക്കുക. മാസ് ഓഫ് നൈട്രജൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 50 കിലോഗ്രാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 into 10 raised to 3 gram. Then നൈട്രജൻ്റെ മോളിക്കുലാർ മാസ് എഴുതുക. മോളിക്കുലാർ മാസ് ഓഫ് N2. N2വിൻ്റെ മോളിക്കുലാർ മാസ് 28 gram. N2 രണ്ട് നൈട്രജൻ ആറ്റങ്ങളുണ്ട്, 28 gram. ദെൻ നൈട്രജൻ്റെ മാസ് മോളിക്കുലാർ മാസം എഴുതി കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾ ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. That is equal to 50 into 10 raised to 3 divided by 28. That is equal to 17.86 into 10 raised to 3 moles. That is the number of moles of nitrogen. Okay. Then ക്വസ്റ്റ്യനിൽ ഹൈഡ്രജൻ്റെ മാസ് തന്നിട്ടുണ്ട്. മാസ് ഓഫ് H2 that is equal to 10 kilogram. That is equal to 10 into 10 raised to 3 gram. Then molecular mass of H2 എഴുതുക. That is equal to H2വിൻ്റെ molecular mass 2 gram. Then number of moles in N എന്ന ലെറ്റർ ഞാനിട്ടു. number of moles of H2 mass divided by molecular mass. That is equal to 10 into 10 raised to 3 divided by 2. That is equal to 5 into 10 raised to 3 മോൾ എന്ന് നമുക്ക് കിട്ടി. ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ്. ഇനി നമ്മൾ നമ്മുടെ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതുക. ഇക്വേഷൻ N2 plus 3H2 gives 2NH3. 1 mole നൈട്രജൻ requires 3 mole ഹൈഡ്രജൻ. 1 മോൾ നൈട്രജനുമായി പ്രവർത്തിക്കാൻ 3 മോൾ ഹൈഡ്രജൻ വേണം. 1 mole nitrogen requires equal to 3 mole hydrogen. 1 മോൾ നൈട്രജനുമായി പ്രവർത്തിക്കാൻ 3 മോൾ ഹൈഡ്രജൻ വേണം. അല്ലെങ്കിൽ നൈട്രജൻ്റെ മോൾ 1 ആകുമ്പോൾ ഹൈഡ്രജൻ്റെ മോൾ ഇവിടെ 3 ആണ്. ഈ 3 എന്ന് പറയുന്നത് 1 into 3, 1ൻ്റെ 3 ഇരട്ടി, 1 into 3 മോൾ ഹൈഡ്രജൻ വേണം. നമ്മൾ ക്വസ്റ്റ്യനിൽ ചെയ്ത് കണ്ടുപിടിച്ച ഹൈഡ്രജൻ്റെ മോൾ 5 into 10 raised to 3 മോൾ ആണ്. ഹൈഡ്രജൻ്റെ മോൾ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ച ഹൈഡ്രജൻ്റെ മോൾ 5 into 10 raised to 3 മോളാണ്. അതുപോലെ തന്നെ നൈട്രജൻ്റെ നമ്പർ ഓഫ് മോൾ നമുക്ക് കിട്ടിയത് ബോക്സിൽ നിങ്ങളിങ്ങനെ എഴുതണ്ട, ഞാൻ പഴയ പേപ്പറിലായതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. 17.86 into 10 raised to 3 മോളായിരുന്നു നൈട്രജൻ്റെ മോൾ. ഓക്കെ, നൈട്രജൻ്റെ നമ്പർ ഓഫ് മോൾ. അപ്പോൾ 1 മോൾ നൈട്രജന് 3 മോൾ ഹൈഡ്രജൻ വേണം. അങ്ങനെയാണെങ്കിൽ 17.86 ഇൻറ്റു 10 raised to 3 മോൾ നൈട്രജൻ, അത്രയും മോൾ നൈട്രജൻ
റിക്വയേഴ്സ് ഇതിൻ്റെ 3 ഇരട്ടി വേണ്ടി വരും. 1 മോളാണെങ്കിൽ 3 മോൾ ഹൈഡ്രജൻ വേണം. അങ്ങനെയാണെങ്കിൽ 17.86 × 10³ മോൾ നൈട്രജൻ ആണെങ്കിൽ റിക്വയേഴ്സ് 17.86 × 10³ × 3 മോൾ ഹൈഡ്രജൻ വേണ്ടി വരും. ദാറ്റ് ഈസ് അതിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 5.36 × 10³ മോൾ H2 എന്നാണ്. ഓക്കെ, നമുക്ക് ആവശ്യം വേണ്ടുന്ന ഹൈഡ്രജൻ്റെ അളവ് 5.36 × 10³ മോളാണ്. ഇത്രയും മോൾ നൈട്രജനുമായി റിയാക്ട് ചെയ്യുവാൻ വേണ്ടുന്ന ഹൈഡ്രജൻ്റെ അളവ് ഇത്രയാണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തപ്പോൾ 5 × 10³ മോൾ എന്നേ കിട്ടിയുള്ളൂ. അപ്പോൾ ഹൈഡ്രജൻ്റെ അളവ് കുറവാണ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 10 കിലോഗ്രാം എന്ന് പറയുന്നത് 5 × 10³ മോളാണ്. അതിൻ്റെ വാല്യൂ കുറവാണ്. അപ്പോൾ ഹൈഡ്രജനാണ് ആദ്യം കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് തീരുന്നത്. ദെയർഫോർ H2 ഈസ് ദി ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. H2 ഈസ് ദി ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. ഇവിടെ റിയാക്ഷനിൽ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ് H2 ആണ്. H2 ഈസ് ദി ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ എമൗണ്ട് ഓഫ് അമോണിയ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ 3 മോൾ ഹൈഡ്രജൻ എടുക്കുമ്പോൾ നമുക്ക് 2 മോൾ അമോണിയ ലഭിക്കുന്നു. 3 മോൾ 3 മോൾ ഹൈഡ്രജൻ ഗീവ്സ് ഈക്വൽ ടു 2 മോൾ അമോണിയ 2 മോൾ NH3 തരുന്നു. ഓക്കെ, അപ്പോൾ 3 മോൾ ഹൈഡ്രജൻ എടുക്കുമ്പോൾ 2 മോൾ അമോണിയ തരുന്നു. 3 മോൾ ഹൈഡ്രജൻ എടുക്കുമ്പോൾ 2 മോൾ അമോണിയ ലഭിക്കുന്നു. 3ൽ 2 2/3. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻ്റെ അളവ് എത്ര മോളാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്? 5 × 10³ മോൾ ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ 5 × 10³ മോൾ ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ എത്ര മോൾ അമോണിയ കിട്ടും? 3 മോൾ എടുക്കുമ്പോൾ 2 മോൾ. 3ൽ 2 ഇൻറ്റു ദ എമൗണ്ട് 5 × 10³ മോൾ അമോണിയ നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, 3 മോൾ എടുക്കുമ്പോൾ 2 മോൾ അമോണിയ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ 5 × 10³ മോൾ ഹൈഡ്രജൻ എടുക്കുമ്പോൾ 3ൽ 2 2/3 × 5 × 10³ മോൾ അമോണിയ ലഭിക്കുന്നു. അതിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ 3.33 × 10³ മോൾ NH3 എന്ന് നമുക്ക് ലഭിക്കും. ഓക്കെ, ഇനി അവർ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് മോൾ ഓഫ് അമോണിയയാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എമൗണ്ട് ഓഫ് അമോണിയ മാസ് ഓഫ് അമോണിയ ആണ്. മാസ് ഓഫ് അമോണിയ ഫോംഡ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ ഇൻറ്റു മോളിക്കുലാർ മാസ് ഓഫ് അമോണിയ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ എത്രയാണ്? 3.33 × 10³ ഇൻറ്റു മോളിക്കുലാർ മാസ് ഓഫ് അമോണിയ. നൈട്രജൻ്റെ ഭാരം 14, മാസ് 14, 3 ഹൈഡ്രജൻ്റെത് 3. അപ്പോൾ ടോട്ടൽ അമോണിയയുടെ മോളിക്കുലാർ മാസ് 17. ഇവിടെ മോളിക്കുലാർ മാസ് ഓഫ് അമോണിയയ്ക്ക് പകരം 17. ദാറ്റ് ഈസ് ഈക്വൽ ടു 56.6 × 10³ ഗ്രാം അമോണിയ ഈസ് ഫോംഡ്. മാസ് ഓഫ് അമോണിയ ഫോംഡ്. ഓക്കെ, 56.6 × 10³ ഗ്രാം ഓഫ് അമോണിയ ഈസ് ഫോംഡ്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മുടെ ഫോക്കസ് ഏരിയ നമ്മൾ പഠിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, അതിൻ്റെ ഇല്ലസ്ട്രേഷൻ. രണ്ടാമത്തെ ചോദ്യം ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഇല്ലസ്ട്രേഷൻ. മൂന്നാമത്തെ ചോദ്യം അറ്റോമിക് മാസ് ആൻഡ് ഇക്വേഷൻ. നാലാമത്തെ ചോദ്യം മോളിക്കുലാർ മാസ് ആൻഡ് ഇറ്റ്സ് ഇക്വേഷൻ. ഓക്കെ, അടുത്ത മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനുള്ളത്. ദെൻ മോൾ കോൺസെപ്റ്റ് ഡെഫിനിഷൻ. ദെൻ മോളാർ മാസ് ആൻഡ് മോളാർ വോളിയം ഡെഫിനിഷൻ. Then limiting reagent or limiting reactant definition and problem based on limiting reactant. Then AMU or atomic mass unit. That's all about the first chapter, some basic principles in chemistry. Okay.